UDF സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തോടുകൂടി ദേശീയ തലത്തിൽ ശ്രദ്ധേയമാവുകയാണ് ആലപ്പുഴ മണ്ഡലം. BJPക്ക് നിയമസഭയിൽ നഷ്ടപ്പെട്ട അക്കൗണ്ട് ഭാവിയിൽ തിരിച്ചുപിടിക്കാനായുള്ള പാതയൊരുക്കലാണ് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിലൂടെ ആലപ്പുഴ മണ്ഡലത്തിൽ നടന്നതെന്നാണ് വിലയിരുത്തൽ. ഈ കാരണങ്ങളൊക്കെ മുൻകൂട്ടി കണ്ടാണ് LDF ഇത്തവണയും AM ആരിഫിനെ തന്നെ ആലപ്പുഴയിൽ സ്ഥാനാർത്ഥിയാക്കിയത്. ആലപ്പുഴ ജില്ലയിലെ അരൂർ, ചേർത്തല, ആലപ്പുഴ, അമ്പലപ്പാറ, ഹരിപ്പാട്, കായംകുളം ഒപ്പം കൊല്ലം ജില്ലയിലെ കരുനാഗപ്പള്ളി എന്നീ നിയമസഭാ മണ്ഡലങ്ങൾക്ക് കൂടി ചേർന്ന ആലപ്പുഴയിൽ AM ആരിഫ് വീണ്ടും ജനവിധി തേടുമ്പോൾ മണ്ഡലത്തിൽ നടപ്പാക്കിയ വികസന നേട്ടങ്ങൾ തന്നെയാകും AM ആരിഫിന് ജനങ്ങൾക്ക് മുൻപിൽ വെക്കാനുണ്ടാകുക. 1986 CPIM പാർട്ടി അംഗമാകുന്നത് AM ആരിഫ്. അതിനു മുൻപ് വിദ്യാർത്ഥി ജീവിതത്തിനിടയ്ക്ക് നിരവധി സമരഗാഥകളുടെ അമരക്കാരനായിരുന്നു AM ആരിഫ്. 1996 CPIM ആലപ്പുഴ ജില്ലാ കമ്മിറ്റി അംഗമായി. 2000 മുതൽ 2006 വരെ MLA ആയി തിരഞ്ഞെടുക്കും. 2006 MLA ആയി AM ആരിഫ് തിരഞ്ഞെടുക്കപ്പെടുന്നത്. അതുവരെ CPMന്റെ ചേർത്തല ഏരിയ സെക്രട്ടറി ആയിരുന്നു. ഈ കാലയളവിൽ തന്നെയായിരുന്നു മുത്തങ്ങയിലെ ആദിവാസികളെ വെടിവെച്ചു കൊന്ന സംഭവത്തിൽ ജുഡീഷ്യൽ അന്വേഷണം ആവശ്യപ്പെട്ടുള്ള പ്രക്ഷോഭത്തിന് AM ആരിഫ് നേതൃത്വം നൽകിയതും അന്ന് നടന്ന ക്രൂരമായ ലാത്തിചാർജിന് വിധേയനായി തുടയ്ക്കും നട്ടെല്ലിനും പരിക്കേറ്റുന്ന ഒരു സംഭവവും സാഹചര്യവും ഒക്കെ ഉണ്ടാകുന്നത്. 2006 കൃഷിമന്ത്രിയായിരുന്ന KR ഗൗരിയമ്മയെ 4650 വോട്ടിന് പരാജയപ്പെടുത്തി കേരള നിയമസഭയിലേക്ക് AM ആരിഫ് കേരള നിയമസഭയിലെത്തുന്നത്. 2011 സിറ്റിംഗ് MLAയും ആലപ്പുഴ DCC പ്രസിഡന്റുമായിരുന്ന അഡ്വക്കേറ്റ് A ഷുക്കൂറിനെ 16850 വോട്ടിനാണ് AM ആരിഫ് പരാജയപ്പെടുത്തിയത്. 2016 നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ KPCC ജനറൽ സെക്രട്ടറി UDF ആലപ്പുഴ ജില്ലാ ചെയർമാനുമായ അഡ്വക്കേറ്റ് CR ജയപ്രകാശ് ആയിരുന്നു AM ആരിഫിന്റെ എതിരാളി. അന്ന് ജയപ്രകാശിനെ 38519 വോട്ടിനാണ് AM ആരിഫ് പരാജയപ്പെടുത്തിയത്. 2019 ലോക്സഭയിലേക്ക് AM ആരിഫ് ആദ്യമായി മത്സരിക്കുന്നത്. 2019 ഷാനിമോൾ ഉസ്മാനായിരുന്നു അദ്ദേഹത്തിന്റെ എതിരാളി. ഷാനിമോൾ ഉസ്മാനെ പരാജയപ്പെടുത്തിയാണ് ആദ്യമായി ലോക്സഭയിലേക്ക് AM ആരിഫ് തിരഞ്ഞെടുക്കപ്പെടുന്നത്. ഇത്തരത്തിലാണ് AM ആരിഫിന്റെ ഒരു സമര ചരിത്രം, അദ്ദേഹത്തിന്റെ വികസന ചരിത്രം, പ്രവർത്തന ചരിത്രം ഒക്കെ മുന്നോട്ട് വരുന്നത്.